ഇന്ന് 31/12/2024, 15 വർഷങ്ങൾക്ക് മുമ്പ് ഡിസംബർ 31 പൊലിഞ്ഞു വീണ 5 ജീവനുകൾ. കരുനാഗപ്പള്ളിക്കാർക്ക് മറക്കാൻ പറ്റത്തില്ല. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് ടാങ്കർ ദുരന്തം. ചില മനുഷ്യരുടെ ജീവിതത്തിൽ ദുഃഖം സന്തോഷമൊക്കെ ഒരേപോലെ വരും. അങ്ങനെ ഒരു ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ച്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുരന്ത മുഖത്ത് നിന്ന് നടന്നു നീങ്ങിയത് സ്വന്തം കല്യാണ മണ്ഡപത്തിലേക്ക്. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം. മറ്റൊരു ദുരന്തത്തിലേക്കാണോ നടന്ന് നീങ്ങുന്നെന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവൾ ഇന്നെൻ്റെ സുന്ദരിയാണേ. 14-ാം രാവുദിച്ചത് പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. പവിഴപ്പൂമിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ. നമ്മൾ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇറങ്ങി വരുമ്പോൾ ശാന്തികൃഷ്ണയാണോ അല്ലാത്തതാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും പണ്ടാരം പിടിക്കാൻ ഇതൊക്കെ ഞണ്ടിൻ്റെ കാലമാണോ ഉണക്കമത്തിയുടെ കാലമാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ എൻ്റെ പെണ്ണ് സുന്ദരി തന്നെ ആയിരുന്നു കേട്ടോ. 7-ാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല ചിരിയുള്ള പെണ്ണ്, മുഹബത്തിൻ ഇണയായ കണ്ണ്. സൗന്ദര്യത്തെക്കാൾ ഏറെ പ്രധാനം സംതൃപ്തിയോടുകൂടിയുള്ള ഒരു ജീവിതമാണ്. ഇതുവരെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതിലൊക്കെ അഭിമാനം തോന്നുന്ന ഒരു കാര്യം നല്ലൊരു മോളെ തന്നു എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഖത്തറിൽ നിന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങളെ നിസാറെ കുയിലെ എന്നൊക്കെ വിളിക്കുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം നൂറയുടെ വാപ്പി എന്ന് പറയുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. ഇതുവരെ സന്തോഷമുള്ള രീതിയിൽ എൻ്റെ മോള് പോയി. ഇനിയും നല്ല മോളായി വളരട്ടെ എന്ന് ആശ്വസിക്കാം. ഈ സന്തോഷത്തിൻ്റെയൊക്കെ ഇടയിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടുകൂടി തന്നെ കരുനാഗപ്പള്ളി പൊലിഞ്ഞുപോയ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രണാമം. ഒപ്പം ആ കുടുംബങ്ങൾക്കെല്ലാം തന്നെ സന്തോഷവും സമാധാനവും നൽകണേ നാഥ എന്നുള്ള പ്രാർത്ഥനയോടെ ഇബ്രിയിൽ നിന്നും കുയിൽ നിസാർ.